ഇന്ന് പൊതുവെ എല്ലാവരും ഒരു ആശങ്കയോടെ പറയുന്ന കാര്യമാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ സിസ്റ്റം അത് പ്രായോഗികമാണോ അല്ലേ എന്നുള്ളത് അല്ലേ. പൊതുവെ വിദ്യാഭ്യാസത്തിൻ്റെ തത്വം അത് ഒരുപാട് രാക്ഷസന്മാരെ കൂട്ടിലടക്കാൻ സഹായിക്കുന്നെന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് രാക്ഷസന്മാരെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് പുതിയ കാല വാർത്താ ശ്രവ്യ മാധ്യമങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുല H2+O എന്നുള്ളത് വെള്ളത്തിൻ്റെ കെമിക്കൽ ഫോർമുലയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം കാശ് നമ്മൾ ചിലവഴിക്കുമ്പോൾ ഈ വെള്ളം ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുവാനുള്ളതാണ് എന്നുള്ള മൂല്യമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മളെ മക്കൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് പാവപ്പെട്ട പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന അശരണായിട്ടുള്ള ആളുകളുടെ മനസ്സുകൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ പോലെയുള്ള നിമിഷാപ്രിയ വിഷയത്തിൽ ഇടപെട്ട് ലോകമുഴുവൻ പ്രശംസിക്കപ്പെട്ട അത്തരം ഒരുപാട് പല വ്യക്തിത്വങ്ങളെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിലൂടെ അവരെ മനസ്സിലൊരു വിത്ത് പാകണം. ഈ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും ബയോളജിയൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നല്ലൊരു മനുഷ്യനാവണേ എന്നുള്ള മെസ്സേജ് അല്ലേ. ഇത് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞാണ് വേറെ എന്തൊക്കെ സ്കില്ലാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. പൊതുവെ ഈ വിഷയത്തിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഒരു A+ ബേസ്ഡ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനാണ്, നോളജ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ് നമ്മളെ സ്കൂൾ പൊതുവിൽ അല്ലേ. സ്കിൽ ബേസിലേക്ക് വരേണ്ടതുണ്ട്. അതെങ്ങനെയാ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് സ്കൂൾ മാനേജ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രഷർ അങ്ങോട്ട് ആർക്ക് കൊടുക്കുന്നു? ടീച്ചേഴ്സിന് കൊടുക്കുന്നു. ടീച്ചേഴ്സ് ഫുൾ A+ കിട്ടണം എന്നുള്ള ഈ പ്രഷർ മൊത്തം നമ്മളെ രക്ഷിതാക്കൾ കൊടുക്കുക. രക്ഷിതാക്കൾ കൊടുക്കുമ്പോൾ നിങ്ങളെ മക്കൾ കാരണം നമ്മൾ സ്കൂളിൻ്റെ അഭിമാനത്തിൽ കൊട്ടം തട്ടരുതുള്ള പ്രഷർ കൊടുക്കുമ്പോൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും തമ്മിൽ മൊത്തം പ്രഷർ ആർക്ക് കൊടുക്കുക? കുട്ടികൾക്ക് കൊടുക്കുക. അവിടെ ഒരുപക്ഷെ കുട്ടികളുടെ അഭിരുചി മനസ്സിലാക്കി പാഷൻ കണ്ടെത്തി മനസ്സിലാക്കി 20% ഓഫ് ദ കുട്ടികൾ അവരുടെ രക്ഷിതാക്കളുടെ കഴിവുകൾ കൊണ്ട് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. പക്ഷേ എല്ലാവരും അതേ കഴിവിലൂടെ തന്നെ പഠിക്കുന്നവരാവണമെന്നില്ല. വ്യത്യസ്ത അഭിരുചി പൊതുവേ നമ്മൾ പറയും NLPയിൽ പൊതുവെ പറയുമല്ലോ, ലേണിംഗ് ഡിസബിലിറ്റിയിലൊക്കെ പറയാറുള്ള ചിലപ്പോൾ വിഷ്വലി ആവും, ഓഡിറ്റർ ആവും, കെനസ്തറ്റിക് ആവും, ചിലപ്പം കണ്ട് മനസ്സിലാക്കുന്ന, കേട്ട് മനസ്സിലാക്കുന്ന, ഫീൽ ചെയ്ത് മനസ്സിലാക്കുന്ന പല കഴിവുകളിലൂടെയും അവർക്ക് ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ബയോളജിയുടെ ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യത്യസ്ത രൂപത്തിൽ അവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് നേരിട്ടൊരു അനുഭവം ഉണ്ടായി. ഒരു കുട്ടി എനിക്കറിയാവുന്ന നേരിട്ടുള്ള ഒരു കുട്ടി, അവന് 2-3 വർഷം പഠനത്തിൽ ഒരു ഇരുന്ന് പഠിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ രക്ഷിതാക്കളുടെ ചില സാഹചര്യങ്ങളായിരിക്കും, അവർ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിലൂടെ ഇരുന്ന് പഠിക്കുക എന്നുള്ള ക്ഷമ അവനിക്കില്ല. പിന്നെ ഇനിയിപ്പോൾ SLCക്ക് വരാൻ പോകണം, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊടുത്തു തന്നപ്പോൾ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ അവനിക്ക് ഇരിക്കാനുള്ള ക്ഷമ കിട്ടുന്നില്ല. ഈ പുതിയ സ്ക്രീനിങ്ങിൻ്റെ ഒരു കാലമാണല്ലോ, മൊത്തത്തിലും മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ടും ക്ഷമയില്ല. പക്ഷെ അവൻ്റെ കുറച്ച് ക്രിയേറ്റിവിറ്റി ചിലതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു കിറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കാൻ പറ്റിയ. അപ്പോൾ ആ കിറ്റ് ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. അതിൽ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ അതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ലെമൺ ഉണ്ട്, അതുപോലെ കുറച്ച് കേബിളും ഒരു LED ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കിറ്റ് കൊടുത്തപ്പോൾ ഈ വായിച്ച് പഠിക്കാൻ വേണ്ടി കൊടുത്ത അവനക്ക് അതിന് കഴിയാത്ത ഈ കിറ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ ലെമൺ കട്ട് ചെയ്തിട്ട് അതിൽ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് കേബിളൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് എനർജി ക്രിയേറ്റ് ചെയ്തിട്ട് LED അവൻ കത്തിച്ചു. അതിനകത്ത് ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ട്, ചെറുത് വാച്ച്, അത് വർക്ക് ചെയ്യിപ്പിച്ചു. അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്തവൻ. ആര്? പഠിക്കാൻ കഴിയാത്ത, വായിച്ചാൽ മനസ്സിലാവാത്ത, സ്കൂളിലൊട്ടും പഠിക്കാത്ത, സ്കൂളിൽ എപ്പോഴും നെഗറ്റീവുകൾ മാത്രം ടീച്ചേഴ്സിന് കേൾക്കുന്ന, ടീച്ചേഴ്സിന് കേൾക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അവനൊക്കെ എപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന അവൻ ഇവിടെ ഇത് റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അവരുടെ 3 മാസത്തെ കോഴ്സും ജോയിൻ ചെയ്യിപ്പിച്ചു, ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സും ജോയിൻ ചെയ്യിപ്പിച്ചപ്പോൾ അവൻ അത് പഠിച്ചിട്ട് 3 മാസം കൊണ്ട് അതിലുള്ള കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറയാം, എനിക്ക് 10 out of 6 മാർക്ക് കിട്ടി ഇലക്ട്രോണിക്സിൽ. ആ സന്തോഷം, ഏതൊരാൾക്കും ഒരു സന്തോഷം അറിയിക്കാൻ സന്തോഷത്തിൻ്റെ അവസ്ഥ കിട്ടേണ്ടതുണ്ട്, അത് അധ്വാനിച്ചുണ്ടാക്കേണ്ടതുണ്ട്. ഇത് അവൻ എന്നോട് വിളിച്ച് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ ഡോപ്പമിൻ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുക, സന്തോഷത്തിൻ്റെ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാം, അത് അറിയിക്കുകയാണ്. ഞാൻ അത് ആ രൂപത്തിൽ അവനക്കൊരു പോസിറ്റീവ് സ്ട്രോക്കും കൊടുത്തു. ഇത് പലപ്പോഴും വേറൊരു കേസുണ്ട്. ഈ സമയത്തും രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ ബിലീവ് സിസ്റ്റത്തിൽ ഇത് മനസ്സിലാവാത്ത കേസും ഉണ്ടാകും. രക്ഷിതാക്കൾ എപ്പോഴും ആ സ്കൂളിൽ നിന്ന് പറഞ്ഞ ആ സിസ്റ്റം അനുസരിച്ച് A+ അങ്ങനെ തന്നെ കിട്ടുമെന്ന് ചിന്തിക്കുന്ന രൂപത്തിലുണ്ടാവും. ഇപ്പോൾ ഇവന് ഈ ഒരു സന്തോഷം ഇവിടുന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ടീച്ചേഴ്സ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരേണ്ടതില്ലേ?
ഇത് അവർക്ക് ഈ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിൽ ഒരു പ്രചോദനം നൽകുന്ന രൂപത്തിൽ കിട്ടുമ്പോൾ അവരെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും അവർക്ക് ഒരു പ്രചോദനങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് മുന്നോട്ട് നടക്കാനുള്ള പ്രചോദനങ്ങൾ വീണ്ടും ഉണ്ടാവില്ല. അതിന് പകരം അവർക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടികൾക്ക് വീണ്ടും A+ൻ്റെ പ്രഷറുകൾ വന്നിട്ട് ലാസ്റ്റ് പഠിക്കുന്നൊരു കൂട്ടം കുട്ടികളിലും മറ്റ് അധികം പഠിക്കാൻ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചുള്ള പഠനത്തിൻ്റെ രീതി കിട്ടാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പ്രഷർ അനുഭവപ്പെടുന്നു. ഈ പ്രഷറിൽ അവർക്ക് സന്തോഷമില്ലാതെ പോകുന്നു, അത് ഡിപ്രഷനായി മാറുന്നു. ഈ സമയത്ത് ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ബിസിനസ് ആക്കിക്കൊണ്ടുള്ള കരിയേഴ്സ് അപ്പുറത്ത് സ്കൂളിൻ്റെ പുറത്ത് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരാം. അത് പണ്ട് കാലങ്ങളിൽ ലഹരി മറ്റു കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പോൾ അത് ആ സന്തോഷം ജസ്റ്റ് ട്രിഗർ ചെയ്യാം. നിങ്ങളൊന്ന് വലിച്ചാൽ മതി, നാവിൽ വെച്ചാൽ മതി, MDMA മറ്റു രൂപത്തിലേക്ക് ആ കുട്ടികളുടെ ആ ഡിപ്രഷനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവരെ ട്രിഗർ ചെയ്തുകൊണ്ട് സന്തോഷത്തെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. വൺസ് പഴയ കാലത്തെ ലഹരി പോലെയല്ല. വൺസ് അവരുള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെന്തായിട്ടാണ് രൂപപ്പെടുന്നത്? 5 വർഷം മെഡിസിൻ കഴിച്ചാൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് മക്കൾ നശിച്ചു പോകുന്നു. വലിയൊരു റിസോഴ്സ് നാടിന് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ അഭിരുചിയും കുട്ടികളുടെ കഴിവുകളും മനസ്സിലാക്കി പഠിപ്പിക്കാത്തതിനാലേ ഓവർ പ്രഷർ കൊടുക്കുന്നതിൻ്റെ അപകടങ്ങൾ എവിടം വരെ എത്തുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളില്ല ഇതൊക്കെ. എന്നിട്ട് അതിൻ്റെ പരിഹാരം ഈ ഡിപ്രഷനിലേക്ക് പോയിട്ടുള്ള കുട്ടികൾക്ക് എല്ലാവരും കൂടിയിട്ട് സുംബ ഡാൻസ്. ഇപ്പോൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ സുംബ ഡാൻസിൻ്റെ ചർച്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു രക്ഷിതാവ് ചോദിക്കും, ചർച്ചയൊന്നും ഇല്ലേന്ന്. അതെന്തേന്ന് ചോദിച്ചു. ഇപ്പോൾ ചർച്ച രക്ഷിതാക്കളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ രക്ഷിതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യാൻ മക്കളുടെ സ്വഭാവ രീതികളും നടത്തം ശൈലിയൊക്കെ മാറി. അവർക്കൊരു ഡാൻസ് സ്റ്റൈലാണ്. അവർ കംപ്ലീറ്റ് സെർച്ച് മൊത്തം DJ ഡാൻസിൻ്റെ സെർച്ചുകളിലാണ്. പലപ്പോഴും DJ ഡാൻസാണ് അടുത്ത ലഹരിയിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒരേ ലൂപ്പിലേക്ക് കൊണ്ടുപോകണം. അത് വേറെ വിഷയം. ഇതിനൊക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് അനുകമ്പയും സ്നേഹവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് വഴികളുണ്ട്. ഞങ്ങൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന കാലത്ത് അഷ്കർ മാഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ അദ്ദേഹം ദുബൈയിൽ വലിയൊരു സ്കൂളിൽ ഹെഡ് ഓഫ് സെഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പഠിക്കുന്ന 10-20 വർഷങ്ങൾക്ക് മുന്നേ കുട്ടികളെല്ലാവരും കൂട്ടിയിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതുപോലെ തന്നെ നല്ല കഴിവുള്ള ഒരു സാഹിത്യകാരൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അവിടുന്ന് കുറേ സാഹിത്യപരമായിട്ട് ജീവിതത്തിൻ്റെ പ്രചോദനങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞെന്ന്, അതുപോലെ തന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കുറേ ധാർമ്മികപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ കുട്ടികളൊക്കെ എല്ലാവരും കൂടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ഒരു കുട്ടി ഒരു ഉമ്മയുടെ കയ്യിൽ കടിച്ചപ്പം ഉമ്മ പെട്ടെന്ന് കൈവിട്ടു. ആ കുട്ടി അങ്ങനെ ഓടിയിട്ട് ചുമരുമ്മ പോയിട്ട് തലയിടിച്ചിട്ട് ആ തലയിടിച്ച ക്ഷണം കുട്ടി അവിടെ തല കറങ്ങി വീഴുക. അപ്പം ചോദിക്കുമ്പോൾ പറയണത് എന്താ? ഈ കുട്ടിക്ക് ബ്രെയിൻ ട്യൂമറാണ്. അസഹ്യമായിട്ടുള്ള വേദന സഹിക്കാൻ കഴിയാതെ പിടിച്ചു നിർത്തിയില്ലേ കുട്ടി ഉടനെ പോയിട്ട് ചുമരിൽ പോയിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ തലകറങ്ങും. ആ സമയം വേദനയ്ക്കൊരു ശമനം ലഭിക്കും. അത് നമ്മുടെ മക്കൾ കാണുക, പ്രയാസപ്പെടുന്നവരെ. അപ്പോൾ ഈ ഉമ്മയുടെ കയ്യിൽ ആ കുട്ടി കടിച്ചാലാണ് ഉമ്മ കൈവിടുള്ളൂ. അങ്ങനെയാണ് ഓടിപ്പോയിട്ട് ആ ചുമരിൽ നിന്ന് ഇടിച്ച് വീണാൽ ആ സമയത്ത് ബോധക്ഷേമം സംഭവിക്കും. അപ്പോൾ ആ സമയത്തെങ്കിലും വേദന കുറയുമല്ലോ എന്നുള്ളത്. വേറൊരു സുഹൃത്തിനെ 10-20 വയസ്സായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കണ്ട് അസുഖങ്ങളൊക്കെ ആയിട്ടുള്ള ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണുക. ഇതൊക്കെ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് വളരുമ്പോൾ നമുക്കൊരിക്കലും അലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കണം, മറ്റെന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം എന്ന രൂപത്തിലേക്ക് ലക്ഷ്യം വെക്കുകയാണ് പലപ്പോഴും മക്കൾ. ഇങ്ങനെയുള്ള സ്കിൽ കോഴ്സുകൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലപ്പോഴും ഡോക്ടർ അജിത് കുമാറിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ പലപ്പോഴും, അല്ലേ? കേരളം മുഴുവൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടന്ന് ക്ലാസ് എടുത്തിരുന്നില്ലേ? അങ്ങനെയുള്ള നേരത്തെ അഷ്കർ മാഷ് ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ചെയ്തൊരു പ്രവൃത്തി പറഞ്ഞല്ലോ. എന്നുപോലെയുള്ള എത്ര കഴിവുള്ള വ്യക്തിത്വങ്ങളുണ്ട് കേരളത്തിൽ. അധ്യാപകർക്കിടയിൽ കഴിവുള്ള ആളുകളുണ്ട്, നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് സ്നേഹവും അനുകമ്പയും ബഹുമാനവും ആദരവും ഒക്കെ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്ത് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്കുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം ഈ സുംബ ഡാൻസും അതുപോലെ തന്നെ അത് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന DJ ഒക്കെ ആയിട്ട് പോയിട്ട് വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് പകരം എന്തെല്ലാം പ്രായോഗികമായിട്ടുള്ള സ്കില്ലുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുണ്ട്. അതിന് പകരം ഇത്തരം രൂപത്തിൽ അശ്രദ്ധമായിട്ടുള്ള രൂപത്തിലേക്ക് പോകുന്നതിന് പകരം ഇങ്ങനെ മക്കൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ്ങും അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങും ഇമോഷണൽ
സ്കിൽസും ഒക്കെ അതിൻ്റെ പാരലായിട്ട് കൊടുക്കുന്ന രൂപത്തിലേക്ക്, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ നല്ലൊരു കൺസെൻറ്റ്, നല്ലൊരു അഭിപ്രായം കൂടിയിട്ട് മക്കളെക്കുറിച്ച് സ്കൂളിൽ വരേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് മാർക്ക് ലഭിക്കുന്ന രൂപത്തിലേക്ക് കൂടി സിസ്റ്റം വരേണ്ടതുണ്ട്. അങ്ങനെ അടിമുടി പല മാറ്റങ്ങളും നോളജ് ബേസിൽ നിന്ന് സ്കിൽ ബേസിലേക്ക് മാറുന്ന രൂപത്തിലേക്ക് വന്നാൽ പുതിയ കാലം നമ്മുടെ രാജ്യത്തിന് ഉപകരിക്കുന്ന വലിയൊരു ഭാവി വാഗ്ദാനങ്ങളായിട്ടും കുടുംബത്തിനും നാടിനും രാജ്യത്തിനും ഉപകരിക്കുന്ന വലിയൊരു സമ്പത്തായിട്ട് നമ്മളെ പുതുതലമുറ യുവാക്കൾ നമുക്ക് ലഭിക്കുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്.